അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അധ്യക്ഷവേദിയിലെ MSM നേതാക്കളെ, പ്രിയങ്കരനായ സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ അധികാരത്തെ സംബന്ധിച്ച് സത്യവിശ്വാസി പുലർത്തേണ്ട നിലപാട്, പരിമിതമായ സമയത്തിനുള്ളിൽ അക്കാര്യം ശ്രദ്ധയിൽപ്പെടുത്തണം എന്നാണ് വിചാരിക്കുന്നത്. നമ്മുടെ ഈ ഭൗതിക ജീവിതം വ്യക്തിപരമായി നമ്മെ അപേക്ഷിച്ച് വിലയിരുത്തുമ്പോൾ വളരെ നിസ്സാരമാണ്. മാ ബൈന സിത്തീന വസബഈൻ, 60നും 70നും ഇടയിലെന്നാണ് ഈ സമുദായത്തിൻ്റെ ആയുസ്സിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഒരു ശരാശരി 65 വയസ്സാണ് നമുക്കുള്ളത്. അതിൻ്റെ ഒരു പകുതി ഏതാണ്ട് എത്തി. ഏത് സന്ദർഭത്തിലും പിരിയേണ്ടവരാണ് നമ്മൾ. എന്നാൽ ഈ പ്രപഞ്ചത്തിൽ മനുഷ്യൻ ജീവിക്കാൻ ആരംഭിച്ചിട്ട് ആയിരക്കണക്കിന് വർഷങ്ങളായി. ഇനി എത്ര വർഷങ്ങൾ ഉണ്ടാകും എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ നോക്കുമ്പോൾ ഒരു വലിയ കാലയളവുണ്ട് എന്ന് തോന്നും. എന്നാൽ മരണത്തോടുകൂടി നാം പ്രവേശിക്കുന്ന പുതിയ ജീവിതത്തിൻ്റെ വലുപ്പം ഈ പ്രപഞ്ചത്തിലെ കാലഗണനയുമായി പൊരുത്തപ്പെടുത്താൻ കഴിയാത്തതാണ്. തികച്ചും വ്യത്യസ്തമായ ഭീമമായ അത് അളവ് എന്ന് പറയാൻ പറ്റുമോ? അവിടെ ഇവിടുത്തെ കണക്കുകളൊന്നുമില്ല. ഇനി അഥവാ നിങ്ങൾ എണ്ണുന്ന കണക്കുകൾ വെച്ചാൽ 50,000 വർഷം ഒരു ദിവസത്തിന് കണക്ക് നിശ്ചയിക്കാൻ വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതാണ് യഥാർത്ഥ ജീവിതം. ആ ഒരു ജീവിതമാണ് എനിക്ക് നിർബന്ധമായും സൗഭാഗ്യപൂർണമായിരിക്കേണ്ടത് എന്ന തീരുമാനമാണ് സർവശക്തനായ അള്ളാഹുവും നമ്മളും തമ്മിലുള്ള ബന്ധം ഏത് വിധത്തിലായിരിക്കണം എന്ന് തീരുമാനിക്കാൻ നമ്മെ സഹായിക്കുക. റബ്ബിൻ്റെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ സവിശേഷമായ നാമഗുണങ്ങളിൽ നിർണായകമായി ചിലത് ഇവിടെ വിലയിരുത്തപ്പെട്ടു. അക്കൂട്ടത്തിലൊന്നാണ് മാലിക്കി യൗമിദ്ദീൻ, അന്തിമ നാളിൻ്റെ ഉടമ. അള്ളാഹുവിൻ്റെ അധികാരത്തിലേക്ക് നേരിട്ട് വിരൽ ചൂണ്ടുന്ന ആയത്താണ്. ഖിയാമത്ത് നാളിൻ്റെ ഉടമസ്ഥൻ. അപ്പോൾ ഈ ഇഹലോകത്തിൻ്റെ ഉടമസ്ഥൻ അള്ളാഹു അല്ലേ? ഒരു സംശയമില്ല. അത് വേറെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ പ്രപഞ്ചത്തിൻ്റെ നാഥൻ അള്ളാഹുവാണ്. തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അധികാരം ആരുടെ കയ്യിലാണോ അവൻ അനുഗ്രഹീതനത്രേ. അവൻ എല്ലാറ്റിനും കഴിവുള്ളവനാണ്. അള്ളാഹുവിൻ്റെ അധികാരം പരിമിതികൾ ഉള്ളതല്ല. ആ അധികാരം ഉപയോഗപ്പെടുത്തി അള്ളാഹുവിന് നടപ്പാക്കാൻ കഴിയാത്ത ഒരു സംഗതിയില്ല. അള്ളാഹുവിൻ്റെ അധികാരത്തിൻ്റെ ഒന്നാമത്തെ സവിശേഷത അതാണ്. അധികാരം ഉപയോഗപ്പെടുത്തി ഉദ്ദേശിക്കുന്നത് മുഴുവൻ പ്രവർത്തിക്കുന്നവൻ. ഫഅാലുൽ ലിമാ യുരീദ്, ഉദ്ദേശിക്കുന്നത് പ്രവർത്തിക്കുന്നവനാണ് അള്ളാഹ്. നമ്മുടെ നാട്ടിൽ പല തരത്തിലുള്ള അധികാരമുണ്ട്. ഏത് നാടിൻ്റെ അധികാരം എടുത്താലും അതിനൊരു പരിമിതിയുണ്ട്. അത് ബറാഖ് ഒബാമയുടെ അധികാരം മുതൽ മൻമോഹൻ സിംഗിൻ്റെയും അച്യുതാനന്ദൻ്റെയും അധികാരം വരെ എടുത്താൽ അധികാരമുണ്ട്. ചിലപ്പോൾ പരമാധികാരം എന്നൊക്കെ പേര് പറയും. പക്ഷേ സ്വന്തം ഭാര്യയുടെ ഒരു അഭീഷ്ടത്തെ പോലും നിയന്ത്രിക്കാൻ ഈ ഭരണാധികാരികൾക്ക് സാധ്യമല്ല, ആണോ? അപ്പോൾ ആ അധികാരം വളരെ പരിമിതമാണ്. അവർക്ക് നിശ്ചയിക്കപ്പെട്ട, സ്വാതന്ത്ര്യം നൽകപ്പെട്ട വളരെ നിസ്സാരമായ ഒരു മേഖലയിലുള്ള പരമാവധി അധികാരമാണ് ഈ പരമാധികാരം എന്ന് പറഞ്ഞാൽ. അല്ലാതെ പ്രപഞ്ചത്തെ നിയന്ത്രിക്കാനോ നാടിമിടിപ്പുകൾ നിയന്ത്രിക്കാനോ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗ്യ ദൗർഭാഗ്യങ്ങൾ നിയന്ത്രിക്കാനോ തീരുമാനിക്കാനോ ഒന്നുള്ള അധികാരം ലോകത്തൊരാൾക്കുമില്ല. അങ്ങനെ ഒരു അധികാരമുണ്ടെങ്കിൽ അത് സർവശക്തനായ അള്ളാഹുവിന് മാത്രം. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ അധികാരത്തെ സംബന്ധിച്ച് ഈ നിസ്സാരമായ ഭൗതിക അധികാരത്തോട് താരതമ്യം ചെയ്ത് പഠിക്കുന്നത് ശരിയല്ല. തികച്ചും വ്യത്യസ്തമാണ്. അള്ളാഹുവിൻ്റെ അധികാരത്തിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത, അതുപയോഗപ്പെടുത്തി എന്തും പ്രവർത്തിക്കാൻ അവന് സാധിക്കും. രണ്ടാമതായി അതിൻ്റെ മറ്റൊരു പ്രത്യേകത, ഞാനിപ്പോൾ ഓതിയത് സൂറത്തുൽ മുൽക്കിലെ 1-ാമത്തെ ആയത്താണ്. സൂറത്തുൽ കഹ്ഫിലെ 26-ാമത്തെ ആയത്തിൽ അള്ളാഹുവിൻ്റെ അധികാരത്തിൻ്റെ സവിശേഷത പറയുന്നു. വലാ യുശ്രികു ഫി ഹുക്മിഹി അഹദ, അള്ളാഹു അവൻ്റെ അധികാരത്തിൽ ഒരാളെയും പങ്കെടുപ്പിക്കുന്നില്ല.
അള്ളാഹ് തീരുമാനിച്ചാലേ ഒരാൾക്ക് അതിൽ പങ്കെടുക്കാൻ പറ്റൂ. ഒരിക്കലും അള്ളാഹു അവൻ്റെ അധികാരത്തിൽ ഒരാളെയും പങ്കെടുപ്പിക്കുന്നില്ല. അവൻ്റെ ആധിപത്യത്തിൽ പങ്കു ചേർക്കുന്നവർ ആരെങ്കിലും ഉണ്ടോ? വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നുണ്ട്. ഒരധികാരത്തിൽ അള്ളാഹുവിന് ഏതൊക്കെ അധികാരമുണ്ടോ ആ അധികാരങ്ങളിലൊന്നും ആർക്കും പങ്കെടുക്കാൻ കഴിയില്ല. അത്രമാത്രം അജയ്യമായി നിൽക്കുന്ന അധികാരം. ഇവിടെ നമ്മൾ ഒരു പരമാധികാരം ഉണ്ടെങ്കിൽ ആ അധികാരം നടപ്പാക്കാൻ ഒരുപാട് പങ്കാളികൾ ആവശ്യമാണ്. ഒരു പ്രസിഡന്റിന്, ഒരു പ്രധാനമന്ത്രിക്ക്, ഒരു രാജാവിന് അധികാരമുണ്ടാകും. പക്ഷേ ആ അധികാരം നടപ്പാക്കണമെങ്കിൽ ഒരുപാട് തലങ്ങളുടെ സഹായം അയാൾക്ക് ആവശ്യമുണ്ട്. മന്ത്രിമാരും എക്സിക്യൂട്ടീവ്സും ഉദ്യോഗസ്ഥന്മാരും ഉൾപ്പെടെയുള്ള വ്യത്യസ്തമായ ഒരു സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരാൾക്കൊരു അധികാരം നടപ്പാക്കാൻ പറ്റും. അള്ളാഹുവിന് അങ്ങനെ അധികാരം നടപ്പാക്കാനല്ല അവൻ മലക്കുകളെയും ജിന്നുകളെയും ഒക്കെ വെച്ചത്. മനുഷ്യരെ പോലെ മറ്റു ചില സൃഷ്ടികളാണ് മലക്കുകളും ജിന്നുകളൊക്കെ. അവർക്ക് അവരുടേതായ ഡ്യൂട്ടിയുണ്ട്, അവരുടേതായ ചുമതലകളുണ്ട്, അവരുടേതായ ജീവിത ലക്ഷ്യങ്ങളുണ്ട്. നമുക്ക് നമ്മുടേതുമുണ്ട്. പക്ഷേ അള്ളാഹുവിൻ്റെ ഒരു തീരുമാനം നടപ്പാക്കുന്നത് അവൻ മാത്രമായിരിക്കും. അങ്ങനെ തികച്ചും വേറിട്ട് അതുല്യനായി ഏകനായി അധികാരം നടത്തുന്നവൻ എന്ന് സർവശക്തനായ അള്ളാഹുവെ സംബന്ധിച്ച് മനസ്സിലാക്കുക. ഇസ്ലാമിൻ്റെ അധികാര വീക്ഷണത്തെക്കുറിച്ചുള്ള പഠനം അള്ളാഹുവിൻ്റെ അധികാരത്തിൻ്റെ ഉന്നതിയും അജയ്യതയും മുന്നിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ആരംഭിക്കുക എന്നർത്ഥം. ഖുർആൻ എടുത്തു നോക്കിയാൽ 5 തരം വിഷയങ്ങളാണ്. ഒന്ന്, ആരാണ് അള്ളാഹ്? അതിൻ്റെ ചില ഭാഗങ്ങളാണ് കുറച്ച് നേരത്തെ നമ്മൾ കേട്ടത്. അള്ളാഹുവിൻ്റെ യോഗ്യതകൾ, അവൻ്റെ ശക്തിവിശേഷങ്ങൾ, സർവാധികാരിയാണ്, സ്രഷ്ടാവാണ്, ഉടമയാണ്, നിയന്ത്രിക്കുന്നവനാണ് എന്നിങ്ങനെ തുടങ്ങി റബ്ബിന് മാത്രം യോജിക്കുന്ന മുഴുവൻ കാര്യങ്ങളും ചിന്തിക്കുന്ന എല്ലാവർക്കും കൃത്യമായി ബോധ്യപ്പെടുന്ന വിധത്തിൽ വിശുദ്ധ ഖുർആൻ വിവരിക്കുന്നു. രണ്ടാമത്തെ വിഷയം, ഇത്രമാത്രം യോഗ്യതകളുള്ള സ്രഷ്ടാവായ പരമകാരുണികനായ പരമപരിശുദ്ധനായ അള്ളാഹു, അവനെ മാത്രമേ ആരാധിക്കാവൂ, മറ്റൊരാളെ ആരാധിക്കരുത്. ഇതാണ് ഖുർആനിൻ്റെ രണ്ടാമത്തെ വിഷയം. അള്ളാഹുവെ മാത്രമേ ആരാധിക്കാവൂ, മറ്റൊരാളെ ആരാധിച്ചുകൂടാ. ഖുർആനിൻ്റെ മൂന്നാമത്തെ വിഷയം, അള്ളാഹുവിൻ്റെ മുഴുവൻ യോഗ്യതകൾ അറിയുകയും അവനെ മാത്രം ആരാധിക്കാൻ തീരുമാനിക്കുകയും ചെയ്ത ഒരു വ്യക്തി, അവന് അനുവദിച്ച് കിട്ടിയ ഈ ചെറിയൊരു ജീവിതം ഉണ്ടല്ലോ, വളരെ നിസ്സാരമായ ഈ നേരത്തെ പറഞ്ഞ അഴ്മാർ ഉമ്മത്തി മാബൈന സിത്തീന സബൈ എന്ന് പറഞ്ഞില്ലേ, നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ചെറിയ ജീവിതം, ഈ ചെറിയ ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം? നമുക്ക് ആഗ്രഹമുള്ളത് മുഴുവൻ ചെയ്യാൻ പറ്റില്ല, ദേഹേച്ഛകളെ പിന്തുടരാൻ പറ്റില്ല. നമ്മൾ ഓരോ രംഗത്തും എങ്ങനെ, പഠനകാര്യങ്ങളിൽ ഏതെല്ലാം പഠിക്കാം, എന്തെല്ലാം പഠിച്ചുകൂടാ. അതേപോലെ ബന്ധങ്ങളിൽ വ്യത്യസ്ത വിഭാഗങ്ങളുമായി എങ്ങനെയാണ് ബന്ധം, മാതാപിതാക്കളുമായി, ഭാര്യാഭർത്താക്കന്മാർക്കിടയിൽ, മക്കളുമായി, സഹോദരങ്ങളുമായി, അയൽവാസികളുമായി, കൂട്ടുകാരുമായി, മറ്റു മതവിഭാഗങ്ങളിൽപ്പെട്ടവരുമായി, ശത്രുക്കളുമായി, അയൽരാജ്യങ്ങളുമായി, അയൽപക്കവുമായി എങ്ങനെ ബന്ധം, ആ ബന്ധങ്ങൾ. അതേപോലെ തന്നെ ജീവിതത്തിൻ്റെ മുഴുവൻ മര്യാദകൾ, സ്വഭാവമര്യാദകൾ, ഗുണങ്ങൾ, സ്വീകരിക്കേണ്ട ഗുണങ്ങൾ, വർജിക്കേണ്ട ദുർഗുണങ്ങൾ, ഇതെല്ലാം കൃത്യമായി വ്യവച്ഛേദിക്കുന്ന ഒരു ഭാഗമാണ് ഖുർആനിൽ മൂന്നാമതായി കാണാൻ കഴിയുക. നാലാമത്തേത്, അള്ളാഹുവെ അറിഞ്ഞ് അവനെ മാത്രം ആരാധിച്ച് അവൻ പ്രവാചകന്മാരിലൂടെ വേദഗ്രന്ഥങ്ങളിലൂടെ പഠിപ്പിച്ച ഉന്നതമായ സംസ്കാരം സ്വീകരിച്ച ആളുകൾ, അവർക്ക് അടിസ്ഥാനപരമായി ആത്യന്തികമായി സ്വർഗവും ഭൗതിക ജീവിതത്തിൽ സമാധാനവുമുണ്ട്. അള്ളാഹുവിനെ അറിയാതെ, അറിഞ്ഞിട്ടും അവനെ മാത്രം ആരാധിക്കാൻ കൂട്ടാക്കാതെ അവനുള്ള അവകാശം സൃഷ്ടികൾക്ക് വകവെച്ചു കൊടുത്ത്, ഇനി അള്ളാഹുവെ മാത്രം ആരാധിച്ചാലും അവൻ പഠിപ്പിച്ച നന്മയുടെ സംസ്കാരം സ്വീകരിക്കാൻ കൂട്ടാക്കാതെ പിശാചിൻ്റെ വഴിയിൽ തിന്മകൾ സ്വീകരിച്ച് നടന്ന ആളുകൾ, അവർക്ക് അടിസ്ഥാനപരമായി അവരെ കാത്തിരിക്കുന്ന ആത്യന്തിക നരകം, ഭൗതിക ജീവിതത്തിൽ അവർ അനുഭവിക്കേണ്ടി വരുന്ന ദുസ്സഹാവസ്ഥകൾ. ഇതാണ് ഖുർആൻ്റെ അഞ്ചാമത്തെ വിഷയം. നമ്മുടെ ജീവിതത്തിൻ്റെ ഏതു ഭാഗമാണ് ഖുർആൻ സ്പർശിക്കാതെ പോയത്? പരമാധികാരിയായ അള്ളാഹുവെ കൃത്യമായി പരിചയപ്പെടുത്തി, അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പഠിപ്പിച്ചു. അള്ളാഹുവെ ശരിക്കും ഉൾക്കൊണ്ടവൻ അള്ളാഹുവിൻ്റെ ആജ്ഞാനിർദ്ദേശങ്ങൾക്ക് വിധേയമായി വേദഗ്രന്ഥങ്ങളിലൂടെ പ്രവാചകന്മാരുടെ പഠിപ്പിക്കപ്പെട്ട നേരായ മാർഗത്തിലൂടെ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളും ക്രമീകരിക്കണം. എങ്കിൽ അവർക്ക് സ്വർഗമുണ്ട്, അല്ലെങ്കിൽ നരകമായിരിക്കും. ജീവിതത്തിൻ്റെ ഒരു വശവും ഖുർആൻ ടച്ച് ചെയ്യാതെ പോവില്ല. അപ്പോൾ അള്ളാഹുവെ മാത്രം ആരാധിക്കുന്നവർ എങ്ങനെ ജീവിക്കണം, ആ ജീവിതം ആരും നിർണയിക്കണം? ശാരിർ എന്നാണ് അറബിയിൽ പറയുക, ശരീഅത്തുണ്ടാക്കുന്നവൻ. ജീവിതത്തിൻ്റെ അടിസ്ഥാന സ്വർഗ പ്രവേശനത്തിൻ്റെയും നരകമോചനത്തിൻ്റെയും ആദർശമെന്ത്, സംസ്കാരമെന്ത്, സ്വഭാവ രീതികളെന്ത്, മര്യാദകളെന്ത് എന്ന് ആര് തീരുമാനിക്കണം? അത് തീരുമാനിക്കാനുള്ള അവകാശം അള്ളാഹുവിന് മാത്രം. പ്രവാചകന്മാർക്ക് പോലും മതനിയമം